ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വക തിരുവോണാശംസകൾ കേട്ടോ. അപ്പോൾ ഇത് തിരുവോണത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറും കൂടെ കൊടുക്കാനുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണ്ണീച്ച് കുളിച്ചിട്ട് പൂക്കളം ഇടാനുണ്ട് കേട്ടോ. രാവിലെ തന്നെ പൂക്കളം ഇടാനുണ്ട്. അപ്പോൾ രാവിലെ എണ്ണീച്ചു, കുളിച്ചു. 5:30 ആയിട്ട് വെളിയിൽ നല്ല മഴയാണ്. കാണിച്ചു തരാവേ. മഴയൊക്കെ ഒന്ന് നോക്കി നിന്ന് കഴിഞ്ഞിട്ട് തലേ ദിവസത്തെ പൂക്കളമൊക്കെ വാരിക്കളയാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ നിന്നേ. അപ്പോൾ തിരുവോണത്തിന് അന്നൊന്നും വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ മൂടി കെട്ടിക്കിടക്കുമായിരുന്നേ. ഒരു 6:30 ആയപ്പോഴത്തേക്ക് മഴയൊക്കെ തോന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൂക്കളമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വിളക്കൊക്കെ കൊളുത്തു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ കറികളൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ അരിയുമായിരുന്നേ. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അമ്മ വന്നായിരുന്നു കേട്ടോ. അപ്പം പൂക്കളിടാൻ വേണ്ടി അമ്മയോട് സഹായിക്കാൻ വന്നായിരുന്നു. അപ്പോൾ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങി കേട്ടോ. ഈ വട്ടത്തെ ഓണത്തിനാണെങ്കിൽ 2 പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാണെങ്കിൽ ഈ വട്ടം അച്ഛൻ ഓണത്തിന് വന്നായിരുന്നു. പുറത്താട്ടോ, ഷാർജയിലാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യമത്തെ ഓണമാണ്. അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനെ വിളിക്കാൻ പോയതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഷോർട്ട്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ പുറകെ ഞാൻ ഇട്ട് വരാം കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ലുക്കിലേക്ക് ആവാൻ പോവാം കേട്ടോ. പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞ് അമ്പലത്തിൽ പോകുന്ന ഇതാണ് എൻ്റെ ഓണക്കോടി. ഇപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് രാവിലെ തന്നെ കണ്ടോ മൂടി കെട്ടി കിടക്കുമെന്ന് തിരുവോണമായിട്ട്. അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ തിരിച്ച് നടക്കുവാണ്. അതിൻ്റെ എനിക്കൊരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഇതാണ് എൻ്റെ ഓണക്കോടി. ഫോട്ടോ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അത്തപ്പൂക്കളത്തിൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക്. അത്തപ്പൂക്കളത്തിൻ്റെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഷോർട്സായിട്ട് ഇട്ടായിരുന്നു. പൂക്കളം ഇടുന്നതിൻ്റെ ഷോർട്സായിട്ടൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കാണും. അപ്പോൾ രാവിലെ തന്നെ അച്ഛമ്മ ദോശയും സാമ്പാറും കഴിക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ദോശയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ ഞാനും കഴിക്കാനെടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, റെസ്റ്റ് എടുക്കുമായിരുന്നേ. അപ്പോൾ എല്ലാം വെച്ച് കേട്ടോ. തോരനും അവിയലും പിന്നെന്തുമായിരുന്നു, പരിപ്പും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പരിപ്പും പച്ചടിയും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ മോരും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ലാസ്റ്റായിട്ട് സേമിയ പായസം അച്ഛൻ ഉണ്ടാക്കുമായിരുന്നേ. അപ്പോൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വറുത്തതെല്ലാം കൂടെ ആണെങ്കിൽ അതിലോട്ട് ഇടുവാന്നേ. പായസമൊക്കെ ഉണ്ടാക്കി റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു 1 മണിയായപ്പോൾ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ കറികളൊക്കെ വിളമ്പാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പച്ചടി, അവിയൽ, തോരൻ, തീയൽ, പപ്പടം, ഉപ്പേരി, ശർക്കര വരട്ടി ഒക്കെ വിളമ്പാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കുവായിരുന്നേ. ഈ ഓണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ഡേ പോലെയായിരുന്നു. എല്ലാവർക്കും അങ്ങനെയല്ലേ തോന്നിയത്? എനിക്കങ്ങനെയായിരുന്നു കേട്ടോ തോന്നിയത്. എന്തോ മഴയായിരുന്നാണെന്ന് തോന്നുന്നു. ഒരു നോർമൽ ഡേ പോലെ. നേരത്തെ തൊട്ട് ഓണമാണെന്നൊരു ഇതില്ലായിരുന്നു. അപ്പം എല്ലാം വിളമ്പി ഞങ്ങൾ കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുവാണ്. ഞങ്ങളെല്ലാം കൂടെ കഴിക്കും കേട്ടോ. എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ സന്തോഷമല്ലേ. ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ലേ. പിന്നെ വൈകുന്നേരം കേട്ടോ വീഡിയോ എടുക്കുന്ന. കാപ്പിയൊക്കെ കുടിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.